നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയെ സമീപിച്ച് നീരവ് മോദി. മോദി കോടതിയെ സമീപിച്ചത് തട്ടിപ്പ് കേസിൽ തന്നെ ഇന്ത്യക്ക് കൈമാറുന്നത് തടയാൻ. നീരവ് മോദിയെ ഇന്ത്യ അന്വേഷിക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് $1 ബില്യൺ തട്ടിയെടുത്ത കേസിൽ. നീരവ് മോദി സമർപ്പിച്ചിരിക്കുന്നത് ബ്രിട്ടനിലെ നിയമ പോരാട്ടങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് അയക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുള്ള റൂൾ 39 അപേക്ഷ. യൂറോപ്യൻ കോടതിയുടെ പരിഗണനയ്ക്ക് പുതിയ അപേക്ഷ വന്നതോടെ നാടുകടത്തൽ നടപടികൾ നിർത്തിവെക്കാൻ ബ്രിട്ടീഷ് അധികൃതർ നിർബന്ധിതരാകും. UK-യിലെ വിസ തട്ടിപ്പിൽ പ്രധാന റോൾ വഹിച്ച നിയമ സ്ഥാപനങ്ങളെ നോട്ടമിട്ട് ഹോം സെക്രട്ടറി ഷബാന മാമൂദ്. യൂറോപ്യൻ സെറ്റിൽമെന്റ് വിസ എന്ന സാധ്യത ദുരുപയോഗം ചെയ്തവരിൽ മലയാളികൾ ഉൾപ്പെടെ 1124 ഇന്ത്യൻ പൗരന്മാർ. ബ്രിട്ടനിൽ 6000-ലേറെ പേർ സ്ഥിരതാമസാവകാശം സ്വന്തമാക്കിയതിൽ നിയമസ്ഥാപനങ്ങൾക്ക് പ്രധാന റോൾ ഉണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരം. ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കാൻ കുറുക്കുവഴി തിരഞ്ഞെടുത്തത് ഇന്ത്യ, പാകിസ്ഥാൻ, സൊമാലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർ. സ്വർഗാനുരാഗികളായി അഭിനയിച്ചാലും UK-യിൽ സ്ഥിരതാമസത്തിനുള്ള വിസ ലഭിക്കുമെന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ട് BBC. ഹോർമൂസിൽ ഉപരോധം കടുപ്പിച്ച് US. ഉപരോധം വകവയ്ക്കാതിരുന്നാൽ സൈന്യത്തെ ഉപയോഗിക്കേണ്ടി വരുമെന്ന് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ഇറാൻ തുറമുഖങ്ങളിലേക്ക് പോകാനോ അവിടെ നിന്ന് വരാനോ ശ്രമിക്കുന്ന കപ്പലുകളെ തടയുകയും പിടിച്ചെടുക്കുകയും ചെയ്യുമെന്ന് ട്രംപിന്റെ ഭീഷണി. കപ്പലുകൾ തടയാൻ അമേരിക്ക നിയോഗിച്ചത് US അബ്രഹാം ലിങ്കണിലെ 5000-ഓളം നാവികരെ. ഇറാനെ ഉപരോധിക്കാനാകില്ല എന്നും ഹോർമൂസിലെ ഉപരോധം വെടിനിർത്തൽ ലംഘനമാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ്. ഉപരോധം തുടർന്നാൽ US-ന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ. റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും അസംസ്കൃത എണ്ണ വാങ്ങുന്നതിനായി വിവിധ രാജ്യങ്ങൾക്ക് നൽകിയിരുന്ന ഉപരോധ ഇളവുകൾ ഇനി നീട്ടി നൽകില്ല എന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഉപരോധ ഇളവുകൾ നീട്ടി നൽകില്ല എന്ന തീരുമാനം ഇന്ത്യക്ക് തിരിച്ചടിയായി. മാർച്ച് 11-ന് മുൻപ് കടലിലുണ്ടായിരുന്ന എണ്ണയ്ക്ക് മാത്രമായി നൽകിയ താൽക്കാലിക അനുമതികൾ അവസാനിച്ചു. ഇളവുകൾ നീട്ടണമെന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെ ആവശ്യം അമേരിക്ക തള്ളി. ലോക്സഭയിലും നിയമസഭയിലും 33% വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനും മണ്ഡല പുനർനിർണയത്തിനും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള 3 ചരിത്ര ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് അനുമതി. ബിൽ അവതരണത്തിന് അനുമതി ലഭിച്ചത് വോട്ടെടുപ്പിലൂടെ. 333 എംപിമാരിൽ 207 പേർ അനുകൂലിച്ചും 126 പേർ എതിർത്തും വോട്ട് ചെയ്തു. 2029-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സംവരണം നടപ്പിലാക്കാൻ സർക്കാർ. മണ്ഡല പുനർനിർണയത്തിന് ശേഷവും വിവിധ സംസ്ഥാനങ്ങളുടെ ലോക്സഭയിലെ പ്രാതിനിധ്യാനുപാതത്തിൽ മാറ്റം വരില്ല എന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. നിലവിൽ ഇന്ത്യയിൽ ഓരോ എംപിയും ഏകദേശം 25 മുതൽ 27 ലക്ഷം വരെ ജനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് മന്ത്രി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പുതിയ പുനർനിർണയത്തിൽ സീറ്റുകൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നും 1971-ലെ മണ്ഡല പുനർനിർണയത്തെ അടിസ്ഥാനമാക്കിയുള്ള അനുപാതം തുടരുമെന്നും മന്ത്രി. മണ്ഡല പുനർനിർണയ നീക്കത്തെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാർ ധൃതിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് സാധാരണ ഭരണപരിഷ്കാരമല്ല എന്നും രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നും മുഖ്യമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം പരസ്യപ്പോരിലേക്ക്. പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ്. സുധാകരന്റെ പോസ്റ്റ് KC വേണുഗോപാലിനെ കേരള രാഷ്ട്രീയത്തിന്റെ അമരത്തേക്ക് കൊണ്ടുവരണമെന്ന സൂചന നൽകുന്നത്. സുധാകരന്റെ കമന്റ് ബോക്സിൽ സതീശൻ അനുകൂലികളുടെ പ്രതിഷേധം. മുഖ്യമന്ത്രി ചർച്ചയിൽ K സുധാകരനെ തള്ളാതെ KC വേണുഗോപാൽ. വാർത്തകൾ വിശദമായി. തട്ടിപ്പ് കേസിൽ പ്രതിയായ രത്നവ്യാപാരി നീരവ് മോദിയെ ഇന്ത്യക്ക് കൈമാറുന്നത് തടയാൻ അദ്ദേഹം യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയെ സമീപിച്ചു. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് $1 ബില്യൺ തട്ടിയെടുത്ത കേസിൽ ഇന്ത്യ അന്വേഷിക്കുന്ന നീരവ് മോദി നിലവിൽ ബ്രിട്ടനിലെ നിയമ പോരാട്ടങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആസ്ഥാനമായുള്ള കോടതിയിൽ ഇഞ്ചക്ഷനായി അപേക്ഷ നൽകിയത്. തന്നെ ഇന്ത്യയിലേക്ക് അയക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുള്ള റൂൾ 39 അപേക്ഷയാണ് നീരവ് മോദി സമർപ്പിച്ചിരിക്കുന്നത്. തട്ടിപ്പ് കേസിൽ പ്രതിയായ രത്നവ്യാപാരി നീരവ് മോദിയുടെ അപ്പീൽ ലണ്ടൻ ഹൈക്കോടതി തള്ളിയതോടെ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങിയിരുന്നു. അതിനു പിന്നാലെയാണ് തന്നെ ഇന്ത്യക്ക് കൈമാറുന്നത് തടയാൻ അദ്ദേഹം യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയെ സമീപിച്ചത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് $1 ബില്യൺ തട്ടിയെടുത്ത കേസിൽ ഇന്ത്യ അന്വേഷിക്കുന്ന നീരവ് മോദി നിലവിലെ ബ്രിട്ടനിലെ നിയമ പോരാട്ടങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആസ്ഥാനമായുള്ള കോടതിയിൽ ഇഞ്ചക്ഷനായി അപേക്ഷ നൽകിയത്. മാർച്ച് 25 മുതൽ 28 ദിവസത്തിനുള്ളിൽ CBIക്ക് അദ്ദേഹത്തെ UK-യിൽ നിന്ന് കൊണ്ടുവരാമായിരുന്നു. എന്നാൽ പുതിയ അപേക്ഷ യൂറോപ്യൻ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നതോടെ കോടതി തീരുമാനമെടുക്കുന്നതുവരെ നാടുകടത്തൽ നടപടികൾ നിർത്തിവെക്കാൻ ബ്രിട്ടീഷ് അധികൃതർ നിർബന്ധിതരാകും. ബ്രിട്ടനിലേക്ക് നിയമപരമായ മറ്റ് വഴികളില്ലാത്ത സാഹചര്യത്തിലാണ് നീരവ് മോദി ഈ അന്തിമ നീക്കം നടത്തിയത്. നീരവ് മോദിയുടെ അപേക്ഷയിൽ കോടതിയിൽ നേരിട്ടുള്ള വാദങ്ങൾ ഉണ്ടാകില്ല എന്നും എഴുതി തയ്യാറാക്കിയ രേഖകൾ പരിശോധിച്ചായിരിക്കും ജഡ്ജി തീരുമാനമെടുക്കുകയെന്നും നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നു.
സാധാരണഗതിയിൽ 48 മണിക്കൂറിനുള്ളിൽ ഇത്തരം അപേക്ഷകളിൽ പ്രാഥമിക തീരുമാനം ഉണ്ടാകാറുണ്ട്. കൂടുതൽ വിവരങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിനോട് കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ നടപടിക്രമങ്ങൾ നീളാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഈ അപേക്ഷ പരിഗണനയിലിരിക്കെ അദ്ദേഹത്തെ ഇന്ത്യക്ക് കൈമാറാൻ ബ്രിട്ടീഷ് സർക്കാർ തയ്യാറാകില്ല. റൂൾ 39 പ്രകാരമുള്ള ഇടക്കാല ഉത്തരവുകൾ ലഭിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനത്തിനോ പരിഹരിക്കാനാകാത്ത ദോഷത്തിനോ സാധ്യതയുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇത്തരമൊരു ഇൻജക്ഷൻ അനുവദിക്കുകയുള്ളൂ. 2025 കണക്കുകൾ പ്രകാരം സമർപ്പിക്കപ്പെട്ട 2701 അപേക്ഷകളിൽ വെറും 222 എണ്ണം മാത്രമാണ് കോടതി അംഗീകരിച്ചത്. മിക്ക അപേക്ഷകളും പ്രാഥമിക ഘട്ടത്തിൽ തന്നെ തള്ളപ്പെടുകയാണ് പതിവ്. ഒരിക്കൽ ഇൻജക്ഷൻ അനുവദിക്കപ്പെട്ടാൽ കേസ് പിന്നീട് വിശദമായ വാദങ്ങളിലേക്ക് നീങ്ങുകയും അന്തിമ വിധി വരാൻ 3 മുതൽ 5 വർഷം വരെ സമയമെടുക്കുകയും ചെയ്യും. കേസിന്റെ മെറിറ്റ് പരിശോധിക്കുന്നതിനേക്കാൾ നാടുകടത്തപ്പെട്ടാൽ നീരവ് മോദിക്ക് സംഭവിക്കാവുന്ന അപകട സാധ്യതകൾക്കാണ് ഇപ്പോൾ കോടതി മുൻഗണന നൽകുന്നത്. ഈ അപേക്ഷ തള്ളുകയാണെങ്കിൽ നീരവ് മോദിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നിയമപരമായ തടസ്സങ്ങൾ പൂർണ്ണമായും നീങ്ങും. UK-യിലെ വിസ തട്ടിപ്പിൽ പ്രധാന റോൾ വഹിച്ച നിയമസ്ഥാപനങ്ങളെ നോട്ടമിട്ട് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. യൂറോപ്യൻ സെറ്റിൽമെന്റ് വിസ എന്ന സാധ്യത ദുരുപയോഗം ചെയ്തവരിൽ മലയാളികൾ ഉൾപ്പെടെ 1124 ഇന്ത്യൻ പൗരന്മാരടക്കം 6000-ലേറെ പേർ ബ്രിട്ടനിൽ സ്ഥിരതാമസാവകാശം സ്വന്തമാക്കിയതിൽ നിയമസ്ഥാപനങ്ങൾക്ക് പ്രധാന റോൾ ഉണ്ടെന്ന വിവരമാണ് ഇപ്പോൾ ഹോം ഓഫീസ് പുറത്തുവിടുന്നത്. ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് UK-യിലെ വിസ തട്ടിപ്പിൽ പ്രധാന റോൾ വഹിച്ച നിയമസ്ഥാപനങ്ങളെ നോട്ടമിട്ടു കഴിഞ്ഞുവെന്ന് റിപ്പോർട്ടുകൾ. ഹോം ഓഫീസ് പുറത്തുവിടുന്ന വിവരങ്ങൾ അനുസരിച്ച് യൂറോപ്യൻ സെറ്റിൽമെന്റ് വിസ എന്ന സാധ്യത ദുരുപയോഗം ചെയ്തവരിൽ മലയാളികൾ ഉൾപ്പെടെ 1124 ഇന്ത്യൻ പൗരന്മാരടക്കം 6000-ലേറെ പേർ ബ്രിട്ടനിൽ സ്ഥിരതാമസാവകാശം സ്വന്തമാക്കിയതിൽ നിയമസ്ഥാപനങ്ങൾക്ക് പ്രധാന റോളുണ്ട് എന്ന് സൂചന. പുറം ലോകമറിയുന്ന കാര്യങ്ങൾ പോലും ഹോം ഓഫീസ് അറിയാൻ ഏറെ വൈകുന്നു എന്നതാണ് ഇതിൽ തെളിയുന്നത്. വ്യാജ വിവാഹബന്ധം വഴിയും മറ്റും യൂറോപ്യൻ സെറ്റിൽമെന്റ് എന്ന വിസ സാധ്യതയാണ് ആയിരങ്ങൾ ദുരുപയോഗം ചെയ്തതായി ഹോം ഓഫീസിന് ബോധ്യപ്പെട്ടിരിക്കുന്നത്. നിയമകാര്യ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ മാത്രമേ ഇത്തരം അപേക്ഷകൾ തയ്യാറാക്കാനാവൂ എന്നതിനാൽ ഓരോ അപേക്ഷയിലും ഏതെങ്കിലും സോളിസിറ്റർ സ്ഥാപനങ്ങൾ ഉൾപ്പെട്ടിരിക്കാനുള്ള സാധ്യതയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് ഹോം ഓഫീസ് വ്യക്തമാക്കുന്നു. ബ്രെക്സിറ്റ് നടന്നതിനു ശേഷം രൂപമെടുത്ത കരാറിന്റെ പ്രധാന ഭാഗമായിരുന്നു EU സെറ്റിൽമെന്റ് വിസ. എന്നാൽ ഇന്ത്യ, പാകിസ്ഥാൻ, സൊമാലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കാൻ ഈ കുറുക്കുവഴി തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് ഹോം ഓഫീസിന് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നത്. ഇന്ത്യയിലും പാകിസ്ഥാനിലും നിന്നും താൽക്കാലിക വിസകളിൽ എത്തിയവരാണ് EU സെറ്റിൽമെന്റ് റൂട്ടിലേക്ക് മാറിയതെങ്കിലും സൊമാലിയയിൽ നിന്നും അഭയാർത്ഥികളായി എത്തിയവരാണ് ഈ വഴി തേടിയത്. ഏതാനും മലയാളികളും അഭയാർത്ഥി വിസയ്ക്കായി അപേക്ഷ നൽകിയ സാഹചര്യത്തിൽ അക്കൂട്ടരിൽ ചിലരും EU സെറ്റിൽമെന്റിന് ശ്രമിച്ചിട്ടുണ്ടെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. എല്ലാ കാര്യത്തിലും മേനി നിൽക്കുന്ന മലയാളികൾ തന്നെയാണ് ഒരവസരം കിട്ടിയാൽ ഏത് കുതന്ത്രത്തിനും തയ്യാറാകുന്നത് എന്നതും ഇതിലൂടെ തെളിയുകയാണ്. സ്വർഗാനുരാഗികളായി അഭിനയിച്ചാലും UK-യിൽ സ്ഥിരതാമസത്തിനുള്ള വിസ ലഭിക്കുമെന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ട് BBC. ഇത്തരം നാടകങ്ങൾ നിയമസഹായ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നതെന്ന BBC റിപ്പോർട്ടിനോട് അത്തരം പ്രവൃത്തി ചെയ്ത സ്ഥാപനങ്ങൾ ബ്രിട്ടീഷ് നിയമത്തിന്റെ ചൂട് വൈകാതെ അറിയുമെന്നാണ് രോക്ഷാകുലിയായി ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് പ്രതികരിച്ചിരിക്കുന്നത്. സ്വർഗാനുരാഗികളായി അഭിനയിച്ചാലും UK-യിൽ സ്ഥിരതാമസത്തിനുള്ള വിസ ലഭിക്കുമെന്ന ഞെട്ടിക്കുന്ന വിവരം BBC പുറത്തുവിട്ടതിന് പിന്നാലെ അതിരൂക്ഷമായ രീതിയിലാണ് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് പ്രതികരിച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ട്. EU സെറ്റിൽമെന്റ് സ്കീം ദുരുപയോഗം ചെയ്യപ്പെട്ടതിലും ഹോം സെക്രട്ടറി വിമർശനം നേരിടുന്ന സാഹചര്യത്തിലാണ് പുതിയ വെളിപ്പെടുത്തലിനോട് അവർ രൂക്ഷമായി പ്രതികരിച്ചിരിക്കുന്നത്. അഭയാർത്ഥി വിസയ്ക്കൊപ്പമാണ് സ്വർഗാനുരാഗി വിസയുടെ സാധ്യതകളും BBC ഒളിക്യാമറ സംഘം പകർത്തിയത്. പ്രധാനമായും പാകിസ്ഥാൻ, ബംഗ്ലാദേശി വംശജരാണ് ഈ തട്ടിപ്പിൽ നിറഞ്ഞു നിൽക്കുന്നത്. തങ്ങൾ തിരിച്ചു വന്നാൽ തങ്ങളുടെ നാടുകളിൽ കാത്തിരിക്കുന്നത് കനത്ത ശിക്ഷയാണെന്നാണ് ഇവരുടെ അപേക്ഷകളിൽ പറയുന്നത്. ഇതിനൊക്കെ വ്യാപകമായി സോളിസിറ്റർ സ്ഥാപനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഹോം സെക്രട്ടറിയുടെയും നിരീക്ഷണം. സ്വർഗാനുരാഗം നിയമപരമായി അനുവദിക്കാത്ത പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും നിയമം ചൂണ്ടിക്കാണിച്ചാണ് തങ്ങൾക്ക് അവിടെ ജീവിക്കാനാകില്ല എന്ന് ഈ അപേക്ഷകളിൽ പറയുന്നത്. ഇന്ത്യയിൽ അത്തരമൊരു നിയമം ഇല്ലാത്തതിനാലാകും മലയാളികളുടെ വകയായി സ്വർഗാനുരാഗ അപേക്ഷകൾ ഹോം ഓഫീസിൽ എത്താനിരിക്കുന്നത്. അഭയാർത്ഥി അപേക്ഷകളിൽ 35% ഇത്തരം വ്യാജ അപേക്ഷകളാണ് എന്നാണ് BBC കണ്ടെത്തൽ. ഇപ്പോൾ 1 ലക്ഷം പേരാണ് അഭയാർത്ഥി അപേക്ഷ പട്ടികയിലെ കാത്തിരിപ്പുകാർ. BBC റിപ്പോർട്ടിനെ തുടർന്ന് സോളിസിറ്റർ റെഗുലേറ്ററി അതോറിറ്റിയും വിഷയത്തിൽ ശക്തമായ ഇടപെടലിന് തയ്യാറെടുക്കുകയാണെന്നും വിസ ദുരുപയോഗം നടത്തിയ സോളിസിറ്റർ സ്ഥാപനങ്ങളുടെ പേര് BBC-യിൽ നിന്നും ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ തേടുകയാണെന്നും SRA എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോനാഥൻ പെഡി വ്യക്തമാക്കി. യൂറോപ്പിലെ പല പ്രമുഖ വിമാനത്താവളങ്ങളിലും യാത്രകൾക്ക് വലിയ കാലതാമസം ഉണ്ടാകുന്നതായി റിപ്പോർട്ട്. പുതിയതായി ഏർപ്പെടുത്തിയ ഡിജിറ്റൽ ബോർഡർ കൺട്രോൾ സിസ്റ്റമാണ് ഈ കാലതാമസത്തിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഫ്രാൻസ് മുതൽ പോർച്ചുഗൽ വരെ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും നടപടികൾ പൂർത്തിയാകാൻ മണിക്കൂറുകൾ കാത്തുനിൽക്കേണ്ടി വരുന്നു എന്നാണ് യാത്രക്കാർ ഉയർത്തുന്ന പരാതി. യൂറോപ്പിലെ പല പ്രമുഖ വിമാനത്താവളങ്ങളിലും കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കി വന്ന പുതിയ എൻട്രി എക്സിറ്റ് സിസ്റ്റം ഇപ്പോൾ 29 രാജ്യങ്ങളിൽ പൂർണ്ണമായും നടപ്പിലാക്കിയിരിക്കുകയാണ്. എന്നാൽ പല പ്രമുഖ വിമാനത്താവളങ്ങളിലും യാത്രകൾക്ക് വലിയ കാലതാമസം ഉണ്ടാകുന്നതായി റിപ്പോർട്ട്. പുതിയതായി ഏർപ്പെടുത്തിയ ഡിജിറ്റൽ ബോർഡർ കൺട്രോൾ സിസ്റ്റമാണ് ഈ കാലതാമസത്തിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഫ്രാൻസ് മുതൽ പോർച്ചുഗൽ വരെ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും നടപടികൾ പൂർത്തിയാക്കാൻ മണിക്കൂറുകൾ കാത്തുനിൽക്കേണ്ടി വരുന്നു എന്നാണ് യാത്രക്കാർ ഉയർത്തുന്ന പരാതി.
പുതിയ നിയമങ്ങൾ അനുസരിച്ച് ബ്രിട്ടീഷുകാർ ഉൾപ്പെടെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഷെൻഗൻ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിന് വിരലടയാളം, ഫോട്ടോ എന്നിവ ഉൾപ്പെടെയുള്ള ബയോമെട്രിക് വിശദാംശങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഈ മേഖല സന്ദർശിക്കുമ്പോൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ വിശദാംശങ്ങൾ, ഇവിടെ താമസിക്കാൻ ആവശ്യമായ പണമുണ്ട് എന്നുള്ളതിന്റെ രേഖകൾ, മെഡിക്കൽ ഇൻഷുറൻസ്, റിട്ടേൺ ടിക്കറ്റ് എന്നിവ തെളിവുകൾ സഹിതം സമർപ്പിക്കുകയും വേണം. കഴിഞ്ഞ ഏപ്രിൽ 10ഓടെയാണ് ഇത് യൂറോപ്പിലെ വിമാനത്താവളങ്ങളിൽ പൂർണ്ണമായും നടപ്പിലാക്കിയിരിക്കുന്നത്. എന്നാൽ പാരീസ്, ലിസ്ബൺ, മാൾട്ട എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം വിമാനത്താവളങ്ങളിലെ നീണ്ട ക്യൂ പലരെയും യാത്ര ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. 15ഓളം രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വലിയ രീതിയിൽ തന്നെ കാലതാമസം എടുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പലയിടങ്ങളിലും 3 മണിക്കൂർ വരെ ഇതിനായി കാത്തുനിൽക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഇംഗ്ലണ്ടിൽ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്താൻ പുതിയ നടപടിയുമായി സർക്കാർ രംഗത്ത്. ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് റീഡിംഗ് സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന അവഗണനയും അനീതിയും അവസാനിപ്പിക്കുമെന്ന് വ്യക്തമാക്കി. NHS സ്ത്രീകളെ വിവേചനത്തോടെ കാണുന്നതായും അവരുടെ വേദനയും ലക്ഷണങ്ങളും പലപ്പോഴും ഗൗരവത്തിൽ കാണുന്നില്ല എന്നുമുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഇതിന്റെ ഭാഗമായി ഗർഭനിരോധന ഉപകരണങ്ങൾ സ്ഥാപിക്കൽ പോലുള്ള ചികിത്സകൾക്കിടെ നിർബന്ധമായും പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരും. ഇംഗ്ലണ്ടിൽ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്താൻ പുതിയ നടപടിയുമായി സർക്കാർ രംഗത്ത്. ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് റീഡിംഗ് സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന അവഗണനയും അനീതിയും അവസാനിപ്പിക്കുമെന്ന് വ്യക്തമാക്കി. എൻഡോമെട്രിയോസിസ് പോലുള്ള രോഗങ്ങൾക്ക് രോഗനിർണയം നേടാൻ വർഷങ്ങൾ വൈകുന്ന പ്രശ്നം പരിഹരിക്കാനും നടപടിയുണ്ടാകും. സ്ത്രീകളുടെ അഭിപ്രായങ്ങൾ ആരോഗ്യ സേവനങ്ങളുടെ ഫണ്ടിങ്ങുമായി ബന്ധിപ്പിക്കുന്ന പരീക്ഷണ പദ്ധതി നടപ്പാക്കും. സേവനം തൃപ്തികരമല്ല എങ്കിൽ പണമടക്കുന്നത് നിഷേധിക്കാൻ പോലും സ്ത്രീകൾക്ക് അധികാരം നൽകും. കൂടാതെ ഗൈനക്കോളജി ചികിത്സയ്ക്ക് കാത്തിരിക്കുന്ന ഏകദേശം 5 ലക്ഷം സ്ത്രീകളുടെ പ്രശ്നം പരിഹരിക്കാൻ പുതിയ റഫറൽ സംവിധാനം ഉൾപ്പെടെ നടപടികൾ കൈക്കൊള്ളും. സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനായി പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതിയും ചികിത്സയും രോഗനിർണയവും വേഗത്തിലാക്കാൻ ക്ലിനിക്കൽ മാർഗരേഖകളുടെ പുനഃസംഘടനയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗർഭനഷ്ടം ആവർത്തിക്കുന്ന കുടുംബങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകുന്നതും പരിഗണനയിലാണ്. സ്ത്രീകളുടെ ശബ്ദം കേൾക്കപ്പെടുകയും മാന്യമായ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് ലക്ഷ്യമെന്ന് അധികൃതർ പറയുന്നു. ഇതിനിടെ പുതിയ പദ്ധതികളെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ മുൻപ് ആരംഭിച്ച പദ്ധതികൾ കുറയ്ക്കപ്പെടുമെന്ന ആശങ്ക വിവിധ ആരോഗ്യ സംഘടനകൾ പങ്കുവച്ചു. ഹോർമൂസിൽ ഉപരോധം ഘടിപ്പിച്ച് US. ഉപരോധം വകവയ്ക്കാതിരുന്നാൽ സൈന്യത്തെ ഉപയോഗിക്കേണ്ടി വരുമെന്നും US മുന്നറിയിപ്പ് നൽകി. ഉപരോധം ലംഘിക്കാൻ ശ്രമിക്കരുത്. ഇറാൻ തുറമുഖങ്ങളിലേക്ക് പോകാനോ അവിടെ നിന്ന് വരാനോ ശ്രമിക്കുന്ന കപ്പലുകളെ തടയുകയും പിടിച്ചെടുക്കുകയും ചെയ്യും. ഉപരോധത്തോട് സഹകരിച്ചില്ല എങ്കിൽ സൈന്യത്തെ ഉപയോഗിക്കേണ്ടി വരും. US നാവികസേനയുടെ മുഴുവൻ അംഗങ്ങളും തയ്യാറായി നിൽപ്പുണ്ട് എന്ന് US സെൻട്രൽ കമാൻഡ് Xൽ പറഞ്ഞു. കപ്പലുകൾ തടയാൻ US എബ്രഹാം ലിങ്കണിലെ 5000ഓളം നാവികരെ നിയോഗിച്ചിട്ടുണ്ടെന്നും സെൻട്രൽ കമാൻഡ് കൂട്ടിച്ചേർത്തു. ഹോർമൂസിലെ US ഉപരോധം കടുപ്പിച്ചു എന്ന് സൂചന. ഉപരോധം വകവയ്ക്കാതിരുന്നാൽ സൈന്യത്തെ ഉപയോഗിക്കേണ്ടി വരുമെന്നും US മുന്നറിയിപ്പ് നൽകി. അതേസമയം US നീക്കത്തെ തള്ളി ഇറാൻ രംഗത്തെത്തി. ഇറാനെ ഉപരോധിക്കാനാകില്ല എന്നും ഹോർമൂസിലെ ഉപരോധം വെടിനിർത്തൽ ലംഘനമാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി പറഞ്ഞു. ഉപരോധം തുടർന്നാൽ USന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ ഇറാൻ സൈന്യം നിർബന്ധിതരാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒന്നാമതായി ഇറാനെ ഉപരോധിക്കാൻ കഴിയില്ല. രണ്ടാമത് നയതന്ത്ര മാർഗത്തിലൂടെ ഫലമുണ്ടാക്കാൻ പരാജയപ്പെട്ടാൽ സമ്മർദ്ദതന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഉറപ്പായും ഫലപ്രാപ്തിയിലേക്ക് നയിക്കുകയോ നിങ്ങളെ വിജയിപ്പിക്കുകയോ ചെയ്യില്ല. സംഭവ വികാസങ്ങൾ ഇറാനും സൈന്യവും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ആവശ്യമുള്ള സ്ഥലത്ത് ആനുപാതികമായി തന്നെ പ്രതികരിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രയേലും ലെബനനും തമ്മിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി 2 രാജ്യങ്ങളിലെയും ഭരണത്തലവന്മാർ വ്യാഴാഴ്ച നേരിട്ട് സംസാരിക്കുമെന്ന അറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ദശാബ്ദങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന ഈ സംഭാഷണം മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നിർണായക നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാനെതിരായ US-ഇസ്രയേൽ ആക്രമണത്തിന്റെ ഭാഗമായി ഹിസ്ബുള്ളയുമായി ഇസ്രയേൽ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി ഇസ്രയേൽ ലെബനനിൽ നടത്തിയ ആക്രമണങ്ങളിൽ വൻതോതിലുള്ള നാശനഷ്ടങ്ങളും ആൾനാശവും സംഭവിച്ചിട്ടുണ്ട്. അവിടെ സൈനിക നീക്കങ്ങൾ തുടരുമ്പോഴും ലെബനൻ സർക്കാരുമായി ചേർന്ന ഒരു സ്ഥിരമായ പരിഹാരം കണ്ടെത്താനാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത്. അതേസമയം ഇസ്രയേൽ സൈന്യം പിൻവാങ്ങണമെന്നും അടിയന്തരമായ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നുമാണ് ലെബനന്റെ പ്രധാന ആവശ്യം. ഇതിനിടെയാണ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇരുപക്ഷവും തമ്മിൽ നടത്തുന്ന ആദ്യത്തെ ഇടപെടൽ അടയാളപ്പെടുത്തിക്കൊണ്ട് ചരിത്രപരമായ കൂടിക്കാഴ്ച എന്ന് ട്രംപ് കുറിച്ചത്. ഇസ്രയേലിനും ലെബനനും ഇടയിൽ അല്പസമാധാനം കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. 2 നേതാക്കളും സംസാരിച്ചിട്ട് ഏകദേശം 34 വർഷത്തോളമായി. അത് നാളെ സംഭവിക്കും, കൊള്ളാം എന്ന് അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ എഴുതി. ഏതൊക്കെ നേതാക്കളാണ് ചർച്ചയിൽ പങ്കെടുക്കുക എന്ന് വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണിന്റെയും പേരാണ് ട്രംപ് ഉദ്ദേശിച്ചതെന്നാണ് വിലയിരുത്തൽ. ഇസ്രയേൽ സുരക്ഷാ ക്യാബിനറ്റ് ബുധനാഴ്ച ലെബനനിലെ വെടിനിർത്തലിനെ കുറിച്ച് ചർച്ച ചെയ്തുവെങ്കിലും തീരുമാനമാകാതെ പിരിഞ്ഞതായാണ് റിപ്പോർട്ട്. അതേസമയം തെക്കൻ ലെബനനിലെ ബിൻജബൈൽ എന്ന പ്രധാന നഗരത്തിലെ സൈനിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഉടൻ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചേക്കുമെന്ന് ലെബനൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും അസംസ്കൃത എണ്ണ വാങ്ങുന്നതിനായി വിവിധ രാജ്യങ്ങൾക്ക് നൽകിയിരുന്ന ഉപരോധ ഇളവുകൾ ഇനി നീട്ടി നൽകില്ല എന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഈ ഇളവുകളുടെ പ്രധാന ഉപഭോക്താക്കളിൽ ഒരാളായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തീരുമാനം തിരിച്ചടിയാണ്.
റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും അസംസ്കൃത എണ്ണ വാങ്ങുന്നതിനായി വിവിധ രാജ്യങ്ങൾക്ക് നൽകിയിരുന്ന ഉപരോധ ഇളവുകൾ ഇനി നീട്ടി നൽകില്ല എന്നറിയിച്ച അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് മാർച്ച് 11 മുൻപ് കടലിൽ ഉണ്ടായിരുന്ന എണ്ണയ്ക്ക് മാത്രമായി നൽകിയ താൽക്കാലിക അനുമതികൾ അവസാനിച്ചതായും അറിയിച്ചു. റഷ്യൻ എണ്ണയ്ക്കുള്ള ഇളവ് ഏപ്രിൽ 11 അവസാനിച്ചു. ഇറാനിയൻ എണ്ണയുടേത് ഏപ്രിൽ 19 അവസാനിക്കും. ഉപരോധങ്ങൾക്കിടയിലും ആഗോള എണ്ണവില നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യൻ റിഫൈനറികൾക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ അമേരിക്ക 30 ദിവസത്തെ പ്രത്യേക അനുമതി നൽകിയിരുന്നു. ഇതുപ്രകാരം റിലയൻസ് ഉൾപ്പെടെയുള്ള കമ്പനികൾ ഏകദേശം 3 കോടി ബാരൽ റഷ്യൻ എണ്ണയ്ക്ക് ഓർഡർ നൽകിയിരുന്നു. എന്നാൽ ഇളവുകൾ നീട്ടണമെന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെ ആവശ്യം അമേരിക്ക തള്ളുകയായിരുന്നു. ഫെബ്രുവരിയിൽ US ഇറാൻ സംഘർഷം രൂക്ഷമായതോടെ എണ്ണവില ബാരലിന് $100 മുകളിൽ പോയിരുന്നു. വിപണി സുസ്ഥിരമാക്കാനാണ് ഇളവുകൾ നൽകിയതെന്നായിരുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ വാദം. ഇളവുകൾക്കെതിരെ അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു. റഷ്യയ്ക്ക് തങ്ങളുടെ യുദ്ധം തുടരാൻ വൻതോതിൽ പണം സമ്പാദിക്കാൻ നീക്കം സഹായിക്കുന്നുവെന്ന് സെനറ്റർ ചക് ഷുമർ ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചു. റഷ്യ ഈ പണം യുക്രൈൻ യുദ്ധത്തിനായും ഇറാനെ സഹായിക്കാനുമാണ് ഉപയോഗിക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി. അമേരിക്കയുടെ കർശന നിലപാട് വരും ദിവസങ്ങളിൽ ആഗോള ഇന്ധന വിപണിയിലും ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വിലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇനി പൗണ്ട് യൂറോ ഡോളർ രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 126.6 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 93.27 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 110.03 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.36 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 67.96 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭയിലും നിയമസഭയിലും 33% വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനും മണ്ഡല പുനർനിർണയത്തിനും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള 3 ചരിത്ര ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് അനുമതി. വോട്ടെടുപ്പിലൂടെയാണ് ബിൽ അവതരണത്തിന് അനുമതി ലഭിച്ചത്. ലോക്സഭയിലും നിയമസഭയിലും 33% വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനും മണ്ഡല പുനർനിർണയത്തിനും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള 3 ചരിത്ര ബില്ലുകൾക്ക് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് അനുമതി ലഭിച്ചു. 333 എംപിമാരിൽ 207 പേർ അനുകൂലിച്ചും 126 പേർ എതിർത്തും വോട്ട് ചെയ്തു. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സംവരണം നടപ്പിലാക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിൽ നിയമമന്ത്രി അർജുൻ റാം മെഘ്വാൾ, ആഭ്യന്തരമന്ത്രി അമിത് എന്നിവരാണ് ലോക്സഭയിൽ ബില്ലുകൾ അവതരിപ്പിക്കുക. മണ്ഡല പുനർനിർണയത്തിന് ശേഷവും വിവിധ സംസ്ഥാനങ്ങളുടെ ലോക്സഭയിലെ പ്രാതിനിധ്യാനുപാതത്തിൽ മാറ്റം വരുന്നില്ല എന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിൽ ഇന്ത്യയിലെ ഓരോ എംപിയും ഏകദേശം 25 മുതൽ 27 ലക്ഷം വരെ ജനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇത് ലോകത്തിലെ പല ചെറിയ രാജ്യങ്ങളുടെയും ജനസംഖ്യയ്ക്ക് തുല്യമായ വലിയ ഭാരമാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. 1971 60 കോടിയിൽ താഴെയായിരുന്ന ഇന്ത്യയിലെ ജനസംഖ്യ ഇന്ന് 140 കോടി കടന്ന സാഹചര്യത്തിൽ സീറ്റുകളുടെ വർധനവ് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജനസംഖ്യാ നിയന്ത്രണം വിജയകരമായി നടപ്പിലാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പുതിയ പുനർനിർണയത്തിൽ സീറ്റുകൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1971 മണ്ഡല പുനർനിർണയത്തെ അടിസ്ഥാനമാക്കിയുള്ള അതേ അനുപാതം തന്നെയായിരിക്കും പുതിയ മാറ്റത്തിലും തുടരുക. അതിനാൽ തന്നെ ജനസംഖ്യ കുറച്ചതിന് ഈ സംസ്ഥാനങ്ങൾ ശിക്ഷിക്കപ്പെടില്ല എന്നും അവരുടെ സീറ്റുകളുടെ വിഹിതം അതേപടി നിലനിർത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിലെ ലോക്സഭാ സീറ്റുകൾ നിലവിലെ 20 നിന്ന് 30 ഉയരും. അതുപോലെ തമിഴ്നാടിന് 59 സീറ്റുകളും കർണാടകയ്ക്ക് 42 സീറ്റുകളും ലഭിക്കും. ആന്ധ്രാപ്രദേശിന് 38 സീറ്റുകളും തെലങ്കാനയ്ക്ക് 26 സീറ്റുകളും ലഭിക്കുന്നതോടെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും ആകെ ലോക്സഭാ വിഹിതം 24% തന്നെ തുടരും. ഇത് സർക്കാരുകളുടെ രൂപീകരണത്തെ ബാധിക്കുന്ന രാഷ്ട്രീയ കണക്കുകളെ മാറ്റില്ല എന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യയും യുകെയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ മെയ് 2ാം വാരത്തോടെ നടപ്പിലാകുമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ പറഞ്ഞു. ഇന്ത്യയും യുകെയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ മെയ് 2ാം വാരത്തോടെ നടപ്പിലാകുന്നതോടെ ഇന്ത്യയിൽ നിന്നുള്ള 99% ഉൽപ്പന്നങ്ങൾക്കും ബ്രിട്ടീഷ് വിപണിയിൽ ഇനി നികുതി നൽകേണ്ടതില്ല. ഇത് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വലിയ അവസരമൊരുക്കും. കരാർ നിലവിൽ വരുന്നതോടെ യുകെയിൽ നിന്നുള്ള വിസ്കി, കാറുകൾ എന്നിവയ്ക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയിരുന്ന ഇറക്കുമതി തീരുവ കുറയ്ക്കും. ഇതോടെ വിദേശ കാറുകൾക്കും മദ്യത്തിനും ഇന്ത്യൻ വിപണിയിൽ വില കുറയാൻ സാധ്യതയുണ്ട്. ഒമാനുമായുള്ള വ്യാപാര കരാർ ജൂൺ 1-നും ന്യൂസിലൻഡുമായുള്ള കരാർ ഏപ്രിൽ 27-നും ഒപ്പുവെക്കുമെന്നും രാജേഷ് അഗർവാൾ അറിയിച്ചു. ന്യൂസിലൻഡുമായുള്ള കരാറിലൂടെ അടുത്ത 15 വർഷത്തിനുള്ളിൽ $2000 കോടി നിക്ഷേപമാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള നിർണായകമായ വ്യാപാര കരാർ ഈ വർഷം അവസാനത്തോടെ ഒപ്പുവെക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കരാറുകളെല്ലാം പൂർണ്ണമായി നടപ്പിലാകുന്നതോടെ ആഗോള വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുമെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഇത് കരുത്തേകുമെന്നും അധികൃതർ വ്യക്തമാക്കി. കാനഡയുമായുള്ള വ്യാപാര ചർച്ചകളുടെ അടുത്ത ഘട്ടം മെയ് മാസത്തിൽ ഡൽഹിയിൽ നടക്കും. കേന്ദ്ര സർക്കാരിന്റെ മണ്ഡല പുനർനിർണയ നീക്കത്തെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മണ്ഡല പുനർനിർണയം എന്ന പേരിൽ കേന്ദ്ര സർക്കാർ ധൃതിയിൽ നടത്താൻ ശ്രമിക്കുന്നത് സാധാരണ ഭരണ പരിഷ്കാരം എന്ന നിലയിൽ ചുരുക്കി കാണാനാവില്ല എന്ന്
അത് രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് എന്ന ഗുരുതരമായ സംശയമാണ് ഉയർന്നിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ മണ്ഡല പുനർനിർണയ നീക്കത്തെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നു. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ബില്ലും 2011 സെൻസസ് അടിസ്ഥാനമാക്കി മുന്നോട്ട് വയ്ക്കുന്ന അതിലെ നിർദ്ദേശങ്ങളും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെയും തുല്യനീതിയെയും സാരമായി ബാധിക്കുന്നതാണ്. സംസ്ഥാനങ്ങളുമായി സമവായത്തിലെത്താതെയാണ് ഇത്തരം നിർണായക വിഷയത്തിൽ കേന്ദ്രം മുന്നോട്ട് പോകുന്നത് എന്നത് തന്നെ ആശങ്കാജനകമാണ്. ജനസംഖ്യയുടെ പേരിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ ആധിപത്യം ലോക്സഭാ സീറ്റുകളാക്കി മാറ്റി അധികാരം ദീർഘകാലത്തേക്ക് ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന സംശയം വ്യാപകമാണ്. ഇതിന്റെ നേരിട്ടുള്ള ആഘാതം കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്കാണ്. ജനസംഖ്യാ നിയന്ത്രണത്തിലും വിദ്യാഭ്യാസം, ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിലും മുന്നേറി ഉത്തരവാദിത്തോടെ പ്രവർത്തിച്ച സംസ്ഥാനങ്ങൾ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയാണ്. കുറഞ്ഞ പ്രാതിനിധ്യവും കുറഞ്ഞ വിഹിതവും എന്നത് ന്യായമായ ഫെഡറൽ ക്രമമല്ല. ജനസംഖ്യ നിയന്ത്രിച്ചാൽ നഷ്ടം, നിയന്ത്രിക്കാതിരുന്നാൽ നേട്ടം എന്ന സന്ദേശം രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ദിശയായി മാറുന്നത് അപകടകരമാണ് എന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി ചർച്ചയിൽ കെ സുധാകരനെ തല്ലാതെ കെ.സി. വേണുഗോപാൽ. ഓരോരുത്തർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. കെ സുധാകരൻ മുതിർന്ന നേതാവാണ്. എന്നാൽ പരസ്യ വിവാദങ്ങളിലേക്ക് പോകാതിരിക്കലാണ് നല്ലത്. കെ സുധാകരൻ മാത്രമല്ല, ആരായാലും ഞാൻ പറയുന്നത് അങ്ങനെയാണെന്ന് കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയം പൊതുജന മധ്യത്തിൽ വലിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി ചർച്ചയിൽ കെ സുധാകരനെ തള്ളാതെ ഓരോരുത്തർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. കെ സുധാകരൻ മുതിർന്ന നേതാവാണ്. എന്നാൽ പരസ്യ വിവാദങ്ങളിലേക്ക് പോകാതിരിക്കലാണ് നല്ലത് എന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് രാജ്യം അംഗീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് താൻ സംസാരിക്കുന്നതെന്നും കോൺഗ്രസിനുള്ളിലെ പ്രശ്നം ചോദിക്കുന്നത് എന്തിനെന്നും കെ.സി. വേണുഗോപാൽ ക്ഷുഭിതനായി മറുപടി നൽകി. ഡൽഹിയിൽ വെച്ച് വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസാരിക്കവെയായിരുന്നു കെ.സി. വേണുഗോപാൽ കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ പ്രതികരണം നടത്തിയത്. രാജ്യത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ അന്തസത്തയെ ബാധിക്കുന്ന വിഷയമാണ്. ഈ രാജ്യത്തെ ബാധിക്കുന്ന ഗുരുതര പ്രശ്നം നിലനിൽക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഞാൻ തൽപരനല്ല. സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസിറ്റീവോ നെഗറ്റീവോ ചർച്ചകളിലല്ല കാര്യം. 4-ാം തീയതി ഫലം വരട്ടെ, അതുവരെ കാത്തിരിക്കുക. കോൺഗ്രസിന് ലീഡർഷിപ്പ് ഉണ്ടാകും, പാർട്ടിക്ക് ഒരു സിസ്റ്റം ഉണ്ട്, നേതാക്കന്മാരുണ്ട്, എല്ലാവരും കൂടിയാലോചിച്ച് തീരുമാനിക്കും. ചില മാധ്യമങ്ങളൊക്കെ എന്നെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തത് ഞാൻ വട്ടപൂജ്യമാണെന്നാണ്. പൂജ്യമായിക്കോട്ടെ, കഴിഞ്ഞ 10 വർഷമായി ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വിമർശനമൊക്കെ. അവരാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവർ തീരുമാനിക്കട്ടെ. വെയിറ്റ് ഫോർ ദ റിസൾട്ട്. എല്ലാവരും പാർട്ടിക്കാരാണ്, നേതാക്കന്മാരെല്ലാം യോജിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ആ യോജിപ്പ് ഇപ്പോഴുമുണ്ട്. കേരളത്തിലെ കോൺഗ്രസിന് വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്നായിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞാൽ ഭയങ്കര കലാപം ഉണ്ടാകുമെന്നും പറഞ്ഞു. ഒന്നും ഉണ്ടായില്ലല്ലോ. അതുപോലെ സ്മൂത്തായി കാര്യങ്ങൾ നടക്കും. മുഖ്യമന്ത്രി പാർട്ടി കൂടിയാലോചിച്ച് എല്ലാവരും ഒന്നിച്ച് തീരുമാനിക്കുമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം സോഷ്യൽ മീഡിയയിൽ പരസ്യമായ പോരിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. കെ.പി.സി.സി. മുൻ അധ്യക്ഷൻ കെ സുധാകരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. കെ.പി.സി.സി. മുൻ അധ്യക്ഷൻ കെ സുധാകരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമെന്ന തരത്തിൽ ചർച്ചയാകുന്നു. എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനെ കേരള രാഷ്ട്രീയത്തിന്റെ അമരത്തേക്ക് കൊണ്ടുവരണമെന്ന സൂചന നൽകുന്നതായിരുന്നു സുധാകരന്റെ പോസ്റ്റ്. ഇന്ന് കേരളത്തിന് ആവശ്യം കെ.സി. വേണുഗോപാലിന്റെ നേതൃത്വമാണെന്നും ലീഡർ കെ കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും പോലുള്ള മഹാനേതാക്കളുടെ പാത പിന്തുടർന്ന് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാമനായി മാറുമെന്നും സുധാകരൻ തന്റെ പോസ്റ്റിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഈ പരാമർശങ്ങൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ലക്ഷ്യം വെച്ചുള്ള നീക്കമാണെന്ന് ആരോപിച്ചുകൊണ്ട് സതീശൻ അനുകൂലികൾ സുധാകരന്റെ കമന്റ് ബോക്സിൽ പ്രതിഷേധവുമായി എത്തി. മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ വി.ഡി. സതീശനാണെന്നും കെ.സി. വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ തുടരട്ടെ എന്നുമായിരുന്നു കമന്റ് ബോക്സിലെ പ്രധാന പ്രതികരണങ്ങൾ. അണികൾ തമ്മിലുള്ള വാക്പോര് മുറുകുകയും തർക്കം നിയന്ത്രണാതീതമാവുകയും ചെയ്തതോടെ ഒടുവിൽ സുധാകരന് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കമന്റ് ബോക്സ് ഓഫ് ചെയ്യേണ്ടി വന്നു. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മുൻപേ തുടങ്ങിയ ഈ അധികാര വടംവലി UDF കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. IPL സീസണിലെ ആദ്യ 3 മത്സരങ്ങളും തോറ്റുവെങ്കിലും പിന്നീട് തുടർച്ചയായ 2 മത്സരങ്ങളിൽ വിജയിച്ച് തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. 2 മത്സരങ്ങളിലും സഞ്ജു സാംസൺ ആണ് ടോപ്പ് സ്കോററായി തിളങ്ങിയത്. എന്നാൽ ഇപ്പോൾ ഒരു പരാതിയുമായി BCCIയുടെ മുന്നിലെത്തിയിരിക്കുകയാണ് ടീം മാനേജ്മെന്റ്. ഏപ്രിൽ 5-ന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരായ മത്സരത്തിനിടെ DJ തിരഞ്ഞെടുത്ത പാട്ടിനെ കുറിച്ചും നടത്തിയ പരാമർശത്തെക്കുറിച്ചും സംബന്ധിച്ചാണ് BCCIക്ക് CSK പരാതി നൽകിയത്. ദക്ഷിണേന്ത്യൻ രീതികളെ പരിഹസിച്ചുകൊണ്ടുള്ള മീമുകൾക്കായി പലപ്പോഴും ഉപയോഗിക്കാറുള്ള ദോശ, ഇഡ്ഡലി, സാമ്പാർ, ചട്നി എന്ന വൈറൽ ഗാനം മത്സരത്തിനിടെ പ്ലേ ചെയ്തത് ദുരുദ്ദേശത്തോടെയാണ് എന്ന് CSK പരാതിയിൽ പറഞ്ഞു. IPL ഉന്നത ഉദ്യോഗസ്ഥൻ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ഗവേണിംഗ് കൗൺസിൽ വിഷയം പരിശോധിച്ചു വരികയാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് CSKയിൽ നിന്ന് പരാതി ലഭിച്ചിട്ടുണ്ട്, അത് പരിശോധിച്ചു വരികയാണ് എന്ന് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. CSK മാനേജിംഗ് ഡയറക്ടർ കാശി വിശ്വനാഥൻ വിഷയത്തിൽ പ്രതികരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയെ സമീപിച്ച് നീരവ് മോദി. മോദി കോടതിയെ സമീപിച്ചത് തട്ടിപ്പ് കേസിൽ തന്നെ ഇന്ത്യക്ക് കൈമാറുന്നത് തടയാൻ. നീരവ് മോദിയെ ഇന്ത്യ അന്വേഷിക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് $1 ബില്യൺ തട്ടിയെടുത്ത കേസിൽ.
നീരവ് മോദി സമർപ്പിച്ചിരിക്കുന്നത് ബ്രിട്ടനിലെ നിയമ പോരാട്ടങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് അയക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുള്ള റൂൾ 39 അപേക്ഷ. യൂറോപ്യൻ കോടതിയുടെ പരിഗണനയ്ക്ക് പുതിയ അപേക്ഷ വന്നതോടെ നാടുകടത്തൽ നടപടികൾ നിർത്തിവെക്കാൻ ബ്രിട്ടീഷ് അധികൃതർ നിർബന്ധിതരാകും. UK-യിലെ വിസ തട്ടിപ്പിൽ പ്രധാന റോൾ വഹിച്ച നിയമ സ്ഥാപനങ്ങളെ നോട്ടമിട്ട് ഹോം സെക്രട്ടറി ഷബാന മാമൂദ്. യൂറോപ്യൻ സെറ്റിൽമെന്റ് വിസ എന്ന സാധ്യത ദുരുപയോഗം ചെയ്തവരിൽ മലയാളികൾ ഉൾപ്പെടെ 1124 ഇന്ത്യൻ പൗരന്മാർ. ബ്രിട്ടനിൽ 6000-ലേറെ പേർ സ്ഥിരതാമസാവകാശം സ്വന്തമാക്കിയതിൽ നിയമസ്ഥാപനങ്ങൾക്ക് പ്രധാന റോൾ ഉണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരം. ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കാൻ കുറുക്കുവഴി തിരഞ്ഞെടുത്തത് ഇന്ത്യ, പാകിസ്ഥാൻ, സൊമാലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർ. സ്വർഗാനുരാഗികളായി അഭിനയിച്ചാലും UK-യിൽ സ്ഥിരതാമസത്തിനുള്ള വിസ ലഭിക്കുമെന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ട് BBC. ഹോർമൂസിൽ ഉപരോധം കടുപ്പിച്ച് US. ഉപരോധം വകവയ്ക്കാതിരുന്നാൽ സൈന്യത്തെ ഉപയോഗിക്കേണ്ടി വരുമെന്ന് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ഇറാൻ തുറമുഖങ്ങളിലേക്ക് പോകാനോ അവിടെ നിന്ന് വരാനോ ശ്രമിക്കുന്ന കപ്പലുകളെ തടയുകയും പിടിച്ചെടുക്കുകയും ചെയ്യുമെന്ന് ട്രംപിന്റെ ഭീഷണി. കപ്പലുകൾ തടയാൻ അമേരിക്ക നിയോഗിച്ചത് US അബ്രഹാം ലിങ്കണിലെ 5000-ഓളം നാവികരെ. ഇറാനെ ഉപരോധിക്കാനാകില്ല എന്നും ഹോർമൂസിലെ ഉപരോധം വെടിനിർത്തൽ ലംഘനമാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ്. ഉപരോധം തുടർന്നാൽ US-ന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ. റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും അസംസ്കൃത എണ്ണ വാങ്ങുന്നതിനായി വിവിധ രാജ്യങ്ങൾക്ക് നൽകിയിരുന്ന ഉപരോധ ഇളവുകൾ ഇനി നീട്ടി നൽകില്ല എന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഉപരോധ ഇളവുകൾ നീട്ടി നൽകില്ല എന്ന തീരുമാനം ഇന്ത്യക്ക് തിരിച്ചടിയായി. മാർച്ച് 11-ന് മുൻപ് കടലിലുണ്ടായിരുന്ന എണ്ണയ്ക്ക് മാത്രമായി നൽകിയ താൽക്കാലിക അനുമതികൾ അവസാനിച്ചു. ഇളവുകൾ നീട്ടണമെന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെ ആവശ്യം അമേരിക്ക തള്ളി. ലോക്സഭയിലും നിയമസഭയിലും 33% വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനും മണ്ഡല പുനർനിർണയത്തിനും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള 3 ചരിത്ര ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് അനുമതി. ബിൽ അവതരണത്തിന് അനുമതി ലഭിച്ചത് വോട്ടെടുപ്പിലൂടെ. 333 എംപിമാരിൽ 207 പേർ അനുകൂലിച്ചും 126 പേർ എതിർത്തും വോട്ട് ചെയ്തു. 2029-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സംവരണം നടപ്പിലാക്കാൻ സർക്കാർ. മണ്ഡല പുനർനിർണയത്തിന് ശേഷവും വിവിധ സംസ്ഥാനങ്ങളുടെ ലോക്സഭയിലെ പ്രാതിനിധ്യാനുപാതത്തിൽ മാറ്റം വരില്ല എന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. നിലവിൽ ഇന്ത്യയിൽ ഓരോ എംപിയും ഏകദേശം 25 മുതൽ 27 ലക്ഷം വരെ ജനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് മന്ത്രി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പുതിയ പുനർനിർണയത്തിൽ സീറ്റുകൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നും 1971-ലെ മണ്ഡല പുനർനിർണയത്തെ അടിസ്ഥാനമാക്കിയുള്ള അനുപാതം തുടരുമെന്നും മന്ത്രി. മണ്ഡല പുനർനിർണയ നീക്കത്തെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാർ ധൃതിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് സാധാരണ ഭരണപരിഷ്കാരമല്ല എന്നും രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നും മുഖ്യമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം പരസ്യപ്പോരിലേക്ക്. പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് KPCC മുൻ അധ്യക്ഷൻ K. സുധാകരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ്. സുധാകരന്റെ പോസ്റ്റ് KC വേണുഗോപാലിനെ കേരള രാഷ്ട്രീയത്തിന്റെ അമരത്തേക്ക് കൊണ്ടുവരണമെന്ന സൂചന നൽകുന്നത്. സുധാകരന്റെ കമന്റ് ബോക്സിൽ സതീശൻ അനുകൂലികളുടെ പ്രതിഷേധം. മുഖ്യമന്ത്രി ചർച്ചയിൽ K. സുധാകരനെ തള്ളാതെ KC വേണുഗോപാൽ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.